അപ്പോൾ ഡോക്ടറെ ഹലോ, ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആലുവയിലെ ഡെർമാവ്യൂ ഡെർമറ്റോളജി സെൻറ്ററിലാണ്. സോ എൻ്റെ ഒരു റുട്ടീൻ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡോക്ടറെ കാണാം. ഇന്നത്തെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. മുഖാഭിങ്ങൾ ലാസ്റ്റ് വീക്ക് എത്തി അല്ലേ? സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തു. ചെറിയൊരു ടാൻ ഇവിടെയാണ് കുറച്ച് കൂടുതലാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു മൈൽഡ് ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ഡൗൺ ടൈം ഒന്നും ഇല്ലാത്ത നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ലേസർ ഉണ്ട്. ലേസർ ടോണിംഗ് എന്നൊരു പ്രൊസീജിയറാണ്. ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് കിട്ടും, ടാനൊക്കെ ഒന്ന് മാറും. ചെറിയൊരു റെഡ്നെസ് ആൻഡ് ബേണിംഗ് സെൻസേഷൻ 1/2 hour ഫീൽ ചെയ്യും. അതല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നാളെ മുതൽ ഷൂട്ട് ആണെങ്കിലും ഇഷ്യൂ ഇല്ല. അപ്പൊ നമുക്കത് ചെയ്യാം കേട്ടോ. ഓക്കെ, പേടിയൊന്നും ഇല്ലല്ലോ. ഓക്കെ, ചെയ്യാം. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്തു, റൂം റെഡി ആയിട്ട് അവർ വിളിക്കും കേട്ടോ. ഹലോ, അപ്പോൾ എൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു കേട്ടോ. ശരിക്കും ഞാൻ ഒരു 2-3 ദിവസം ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ഡള്ളായി ഇരുന്നൊരു സ്റ്റേജിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. സോ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഒരു ലേസർ ടോണിങ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ആ പ്രൊസീജിയറൊക്കെയാണ് നേരത്തെ കഴിഞ്ഞത്. സോ എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ഓക്കെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നാനായിട്ട് മേ ബി ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എടുക്കുമായിരിക്കും. പക്ഷേ എന്തായാലും ഡെർമാവ്യൂ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു റുട്ടീൻ ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു മന്ത്ലി ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സെൻ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം. ഒരുപാട് ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊക്കെ അതിനെ പറ്റിയിട്ട് എന്നെക്കാട്ടിലും അല്ലെങ്കിൽ ഞങ്ങളെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് അറിയായിരിക്കും. സോ എന്തായാലും ഒരുപാട് ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഹെയർ റിമൂവൽസ് ഉണ്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. സോ എന്തായാലും ഏതായാലും നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വരിക. എന്തായാലും നിങ്ങൾക്ക് തൃപ്തികരമാവുന്ന സർവീസ് തന്നെയായിരിക്കും ഇവിടുന്ന് കിട്ടുക. അതുകൊണ്ടാണ് ഞാനൊക്കെ എപ്പോഴും ഒരു സ്ഥിരം താവളമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. സോ എന്തായാലും വരാം.